രാവിലെയാണ്. പൂജ തന്റെ വീടിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. 10 വർഷത്തിനു ശേഷം അവളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷം തിരികെ വരാൻ പോവുകയാണ്. അത് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് അവൾക്ക് മനസ്സിലാകുന്നു. അവളുടെ മുഖത്ത് എപ്പോഴാണ് ആ ചെറിയ ചിരി വന്നതെന്ന്. കാരണം അവളുടെ മുൻപിൽ അവൻ നിൽക്കുകയായിരുന്നു, അർജുൻ. ആ ചെറുക്കൻ. അവൻ പല വർഷങ്ങൾക്ക് മുൻപ് സിറ്റിയിലേക്ക് പഠിക്കാൻ പോയതാണ്. പിന്നെ അവനാണ് അവളോടൊപ്പം ചേർന്ന് ചെറിയ പ്രായത്തിൽ ഒരുപാട് പട്ടം പറപ്പിച്ചത്. അർജുൻ, നീ എപ്പോഴാണ് സിറ്റിയിൽ നിന്ന് വന്നത്? ഇന്നലെ രാത്രിയാണ് വന്നത്. ഇന്ന് രാവിലെ പെട്ടെന്ന് നിന്നെ കാണാനായിട്ട് ഇവിടെ വന്നു. പൂജയുടെ കണ്ണുകളിൽ ആശ്ചര്യവും സന്തോഷവും ഒരേ സമയത്ത് കാണാൻ സാധിച്ചു. 10 വർഷങ്ങളായി. പക്ഷേ ചില ബന്ധങ്ങൾക്ക് ദൂരം ഒരു പ്രശ്നമേ അല്ല. 10 വർഷം കഴിഞ്ഞ് സിറ്റിയിൽ നിന്ന് വന്നിരിക്കാണ്. ഇവിടെ നിന്നും നീ പഠിക്കാൻ പോകുമ്പോൾ നിനക്കപ്പോൾ 10 വയസ്സായിരുന്നു. ആ, ഓർമ്മ ഉണ്ട്. എനിക്ക് നിന്നെ പറ്റിയും ഗ്രാമത്തിനെ പറ്റിയും വളരെ ഓർമ്മകൾ വന്നു. നിനക്ക് ഓർമ്മ ഉണ്ടോ, നമ്മൾ ചെറുപ്പക്കാരായിരുന്നപ്പോൾ നമ്മളുടെ ഗ്രാമത്തിൽ കാറ്റാടി വിടുന്ന ജോഡി നമ്മൾ ഫേമസ് ആയിരുന്നല്ലേ? ശരി, ഇപ്പോഴും നിനക്ക് കാറ്റാടി പറപ്പിക്കാൻ അറിയാമോ? ആ, അറിയാം അറിയാം. എന്നാ ശരി, ചെറുപ്പത്തിലുണ്ടായിരുന്ന പന്തയം നമുക്ക് വീണ്ടും തുടങ്ങാം. നിനക്ക് ഓർമ്മയുണ്ടോ, ചെറുപ്പത്തിൽ നിന്റെ പട്ടം ഞാൻ മുറിച്ചു കളയാറുണ്ടല്ലോ. ആ, ഓർമ്മ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എന്നെ ഓടിപ്പിക്കാൻ പറ്റില്ല. കുറച്ചു സമയത്തിനകം രണ്ടുപേരും ഗ്രാമത്തിന്റെ വലിയ ഗ്രൗണ്ടിലേക്ക് ചെന്നു. ചെറിയ കാറ്റുണ്ടായിരുന്നു. സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരുന്നു. രണ്ടുപേരും അവരവരുടെ പട്ടം എടുത്തു. അർജുൻ നീല കളർ പട്ടം ഉയരത്തിൽ പറപ്പിച്ചു. അതിന്റെ കയറ് ചെറുതായി വലിച്ചു. പട്ടം കാറ്റത്ത് കേറിയതും പതുക്കെ പതുക്കെ ആടിക്കൊണ്ട് അത് പറക്കാൻ തുടങ്ങി. മറ്റൊരു വശത്ത് പൂജ തന്റെ ചുവന്ന മഞ്ഞ നിറത്തിലുള്ള പട്ടം വേഗത്തിൽ പറപ്പിച്ചു. അവളുടെ പട്ടം എപ്പോഴത്തെയും പോലെ വളരെ ആക്റ്റീവായിരുന്നു. കാറ്റിനെ കീറി മുറിച്ച് അർജുന്റെ പട്ടത്തിനടുത്തേക്ക് ചെന്നെത്തി. രണ്ടുപേരുടെ പട്ടവും ആകാശത്ത് ഏതോ തന്റെ പഴയ മുതലാളികളെ പോലെ പഴയ ഓർമ്മകളോടുകൂടി ഉയരെ പറക്കാൻ തുടങ്ങി. കയർ വലിച്ചു. കാറ്റ് വേഗതയിൽ വീശി. പിന്നെ രണ്ടുപേരുടെ കുട്ടിക്കാലവും വീണ്ടും ആകാശത്ത് പറക്കാൻ തുടങ്ങി. അർജുൻ, നിന്റെ പട്ടം നീ വിടാതെ നോക്കിക്കോ. പൂജയുടെ പട്ടം വേഗത്തിൽ പറന്നു ചെന്ന് അർജുന്റെ പട്ടത്തിനെ കുടുക്കിക്കളഞ്ഞു. ഒരു ശബ്ദം കേട്ടു, ടാക്. അടുത്ത ക്ഷണം തന്നെ അർജുന്റെ പട്ടം മുറിഞ്ഞ് അത് കാറ്റത്ത് ചുറ്റാൻ തുടങ്ങിയിരുന്നു. എല്ലാ പ്രാവശ്യത്തിനെയും പോലെ ഇപ്പോഴും നീ തന്നെ വിജയിച്ചു. ശരി, വാ, ചെന്ന് പട്ടം എടുത്തുകൊണ്ട് വരാം. ആരെങ്കിലും വന്ന് എടുത്തേക്കും. ഓർമ്മയുണ്ടോ, ചെറുപ്പത്തിൽ നിന്റെ പട്ടം മുറിയുമ്പോഴൊക്കെ നീ അത് എടുക്കാനായി വേഗതയിൽ ഓടുന്നത്? ആ പട്ടം എടുക്കാതെ നീ തിരികെ വരാറേയില്ല. അർജുനും ദിശയും ഒരേ ദിശയിലേക്ക് നോക്കി ഓടാൻ തുടങ്ങി. ഏതോ പല വർഷങ്ങൾക്ക് ശേഷം അവരുടെ കാലുകൾ കുട്ടിക്കാലത്തേക്ക് എത്തിയതുപോലെ ആയിരുന്നു. ഓടി ഓടി ഗ്രാമത്തിന്റെ മുക്കിൽ ചെന്നെത്തി. കാറ്റ് വേഗത കൂടി. മരത്തിന്റെ ചില്ലകൾ ഒരേ സ്വരത്തിൽ നൃത്തം കളിച്ചു. കുറച്ചു സമയത്തിന് ശേഷം വിശാൽ ഒരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ മണ്ഡപം കണ്ടു. വളരെ പഴയത്. പല വർഷങ്ങളായി എന്തോ രഹസ്യം മറച്ചു വെച്ചിരിക്കുന്നത് പോലെയായിരുന്നു അത്. പട്ടം ആ പഴയ ബിൽഡിങ്ങിനകത്തേക്ക് ചെന്നു. അർജുൻ, ഞാൻ ആ പഴയ മണ്ഡപത്തിനകത്തേക്ക് വരില്ല. എന്തിനാ? നിനക്ക് ഓർമ്മയുണ്ടോ, ചെറുപ്പത്തിൽ അതിനകത്തേക്ക് പോകരുതെന്ന് എല്ലാരും പറയും. ഈ കൊട്ടാരത്തിനകത്ത് വിചിത്രമായ മനുഷ്യരുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുമെന്ന്. എന്താ പൂജ, ചെറുപ്പത്തിൽ കേട്ട കാര്യത്തിന് ഇപ്പോഴും നീ വിശ്വസിക്കുന്നു? ഗ്രാമത്തിലെ ജനങ്ങൾ നമ്മളെ പേടിപ്പിക്കാനായിട്ട് പറഞ്ഞു. ശരി, വാ, അകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. അർജുൻ പൂജയുടെ കയ്യിൽ പിടിച്ചു. അവളുടെ കൈകൾ അല്പം വിറച്ചു. പിന്നെ അവർ ഉടഞ്ഞ പാറകൾക്കിടയിൽ കൂടി ആ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിലേക്ക് ചെന്നു. അകത്ത് നല്ല തണുത്ത കാറ്റ് വീശി. പക്ഷെ അതിന്റെ മൗനം വീണ്ടും തണുത്തതായിരുന്നു. കുറച്ചു ദൂരം ചെന്നതിന് ശേഷം അർജുൻ തന്റെ പട്ടം കണ്ടു. അവൻ ചിരിച്ചുകൊണ്ട് അതെടുത്തു. ഇതാ എന്റെ പട്ടം ഇവിടെ ഉള്ളത്. ആ ചിരി അപ്പോൾ തന്നെ നിന്നുപോയി. കാരണം പൂജ മുൻപിലോട്ട് കൈ നീട്ടി എന്തോ കാണിച്ചു. കാറ്റത്ത് അവളുടെ കൈ ചെറുതായി വിറച്ചുകൊണ്ടിരുന്നു. അർജുൻ, അവിടേക്ക് നോക്കിയേ നീ. അർജുൻ മുകളിലോട്ട് നോക്കി. അവൻ വായടച്ചുപോയി നിന്നു. മുൻപിൽ ഒരു വലിയ പട്ടമുണ്ടായിരുന്നു. അത്രയും വലുത്, ഏതോ മറ്റൊരു ലോകത്തിലുള്ളതുപോലെ. അതിൽ വർണ്ണ നിറത്തിലുള്ള പ്രകാശങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ വളരെ വിചിത്രമായ കാര്യം, ആ പട്ടത്തിനകത്തു നിന്നും മനുഷ്യരുടെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. ഇത് ഏത് പട്ടമാണ്? ഇത്ര വലിയ പട്ടത്തിനെ ഞാൻ എപ്പോഴും കണ്ടിട്ടേ ഇല്ല. പിന്നെ ഇതിന്റെ അകത്തിരുന്ന് ശബ്ദം വരുന്നു. അർജുൻ, വാ, തിരികെ പോകാം. എനിക്കിത് ശരിയായി തോന്നുന്നില്ല. അല്ല പൂജ, ഇത്ര വലിയ രഹസ്യം മുൻപിലുണ്ട്, കാണാതെ പോകുന്നോ? വരൂ, നമ്മൾ അതിന്റെ അടുത്ത് ചെന്ന് നോക്കാം. അർജുൻ വീണ്ടും പൂജയുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് രണ്ടുപേരും ആ പട്ടത്തിനടുത്തേക്ക് ചെന്നു. അർജുൻ പതുക്കെ അത് തൊട്ടു. കാറ്റാടി ചൂടായിട്ടുമില്ല തണുത്തുമില്ല. ഒരു വ്യത്യസ്തമായ ശക്തി നിറഞ്ഞിരുന്നു. പൂജയും അത് തൊട്ടു. പിന്നെ അടുത്ത ക്ഷണം തന്നെ രണ്ടുപേരും ആ വർണ്ണങ്ങൾ നിറഞ്ഞ പ്രകാശത്തിൽ കൂടി മറഞ്ഞു പട്ടത്തിനകത്തേക്ക് ചെന്നു. കുറച്ചു സമയത്തിന് ശേഷം പൂജയും അർജുനും ഒരു തറയിൽ ചെന്ന് വീണു. പുക പറന്നു.
കണ്ണുമിടിച്ചു നോക്കിയപ്പോൾ രണ്ടുപേരും ഞെട്ടിപ്പോയി. അവരൊരു ഗ്രാമത്തിന് നടുക്കു നിൽക്കുകയായിരുന്നു. വിചിത്രമായ ഗ്രാമം ഏതോ പഴയ യുഗത്തിലുള്ളതുപോലെയായിരുന്നു. മൂക്കുകളിൽ മണ്ണ്, കണ്ണുകളിൽ ആശ്ചര്യം, പിന്നെ മനസ്സിൽ പേടി. പൂജ എല്ലാ വശത്തും ചുറ്റിനോക്കി. അർജുൻ, നമ്മൾ ഇപ്പോൾ എവിടെയാണ്? എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ രണ്ടുപേരും ആ പട്ടത്തിനകത്ത് വന്നു പെട്ടു. ഇത് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ഈ ഗ്രാമം ഈ പട്ടത്തിലാണുള്ളത്. അർജുനും പൂജയും ആ വിചിത്രമായ ഗ്രാമത്തിനെ ചുറ്റി വന്നു. നാലു വശത്തും വിചിത്രമായ ശാന്തത നിറഞ്ഞിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ മാറി മാറി അറിയാതെ അവരുടെ ലോകത്ത് മറന്നു ചുറ്റിക്കൊണ്ടേയിരുന്നു. അർജുനും പൂജയും വളരെ ആശ്ചര്യത്തോടെ എല്ലാരെയും നോക്കിക്കൊണ്ടിരുന്നു. നിനക്ക് ഈ ഗ്രാമം കണ്ടാൽ വിചിത്രമായി തോന്നുന്നില്ലേ? ശരിയാണ് പറയുന്നത്. ഈ ആൾക്കാരുടെ വസ്ത്രങ്ങൾ നോക്ക്, പഴയ കാലത്തിലുള്ളതുപോലെ ഉള്ളത്. ഇത് കാണുമ്പോൾ ഏതോ സിനിമ ഷൂട്ടിങ്ങിന്റെ സെറ്റിലുള്ളതുപോലെ ഉള്ളത്. അപ്പോഴാണ് പൂജ ഒരു വലിയ കൊട്ടാരം കണ്ടത്. അർജുൻ, അത് കാണുമ്പോൾ അത് ഫിലിം സെറ്റിനെ പോലെയുണ്ട്. പക്ഷേ ഒരു ഫിലിം സെറ്റ് ഒരു പട്ടത്തിനകത്ത് കാണില്ലല്ലോ. ദേ നോക്ക്, അത് യഥാർത്ഥമാണ്. അപ്പോഴാണ് രണ്ടുപേരുടെ ചെവികളിലും ഒരു ഉറച്ച ശബ്ദം കേട്ടത്. നിങ്ങൾ രണ്ടുപേരും ആരാണ്? രണ്ടുപേരും ഉടനെ തിരിഞ്ഞു നോക്കി. ഒരു സ്വാമിജി കൂർത്ത കണ്ണുകളോടെ അവരെ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഏതുപോലെ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്? എന്റെ പേര് അർജുനാണ്. പിന്നെ ഇവൾ എന്റെ സുഹൃത്ത് പൂജ. ഞങ്ങൾ ബേർപൂർ ഗ്രാമത്തിലാണ് ഉള്ളത്. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ കാട്ടിൽ ഒരു പഴയ കൊട്ടാരമുണ്ട്. അവിടെ ഒരു വലിയ പട്ടം ഉണ്ടായിരുന്നു. ആ പട്ടത്തിന്റെ അകത്തിരുന്ന് ഒരു വ്യത്യാസമായ ശബ്ദം വന്നു. ഞങ്ങൾ രണ്ടുപേരും അതിനെ തൊട്ട ഉടൻ എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ രണ്ടുപേരും ആ പട്ടത്തിന്റെ അകത്താണ് വന്നത്. പിന്നെ ഇവിടെ വീണു. മനസ്സിലായി. എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം നിങ്ങൾ രണ്ടുപേരും ഭാവിയിൽ നിന്നാണ് വന്നത്. ഭാവിയിൽ നിന്നും വന്നെന്നോ? നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഏത് യുഗത്തിലാണോ നിൽക്കുന്നത് അത് വളരെ പഴയ യുഗമാണ്. പല കൊല്ലങ്ങൾ മുൻപ് സമയമാണ്. പക്ഷേ ഈ ഗ്രാമം ശാപത്തിലാണ് ഉള്ളത്. ഇതിന്റെ കാലം നിന്നുപോയി. ഒരു ശാപം കാരണമാണ് ഈ മുഴുവൻ ഗ്രാമവും ഈ വലിയ പട്ടത്തിന്റെ അകത്ത് കൈത് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് മുഴുവൻ രഹസ്യം അറിയണമെങ്കിൽ രണ്ടുപേരും എന്നോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരൂ. സ്വാമിജി അർജുനെയും പൂജയും വിളിച്ചുകൊണ്ട് ആ കൊട്ടാരത്തിനകത്തേക്ക് ചെന്നു. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. മഹാരാജാവേ, ഇവർ രണ്ടുപേരും ഭാവിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. രാജാവ് ഉടനെ അവരെ തിരിഞ്ഞു നോക്കി. നിങ്ങൾ രണ്ടുപേരും ഭാവിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എന്റെ പേര് രാജാവ് വിക്രം. നിങ്ങൾ ഏത് ഗ്രാമത്തിലാണോ ഉള്ളത് അതിന്റെ പേര് ആകാശ്പൂർ ആണ്. പല കൊല്ലങ്ങൾ മുൻപ് ഈ ഗ്രാമം പട്ടം വിടുന്നതിന് പ്രബല്യമാണ്. എല്ലാ കൊല്ലങ്ങളും ഇവിടെ വലിയ പട്ടം വിടുന്ന മത്സരങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അടുത്തുള്ള രാജാക്കന്മാരും അതിൽ തോറ്റുപോകാറുണ്ട്. എപ്പോഴും ഞാനാണ് ആ മത്സരത്തിൽ വിജയിക്കുന്നത്. രാജാവിന്റെ ശബ്ദം ഇടറാൻ തുടങ്ങി. അതുപോലെ ഒരു കൊല്ലം ആ മത്സരത്തിൽ ഞാൻ അടുത്തുള്ള രാജാവിനെ തോൽപ്പിച്ചു. അവരുടെ പട്ടത്തിനെ വെട്ടിവിട്ടു. ആ വെട്ടപ്പെട്ട പട്ടത്തിനെ എടുക്കാനായിട്ട് ഞാൻ കാടിന്റെ അകത്ത് പോയി. പക്ഷേ ആ വെട്ടപ്പെട്ട പട്ടം ഒരു സാധുവിന്റെ തലയിൽ ചെന്നുപോയി കൊണ്ടു. അത് കാരണമാണ് അദ്ദേഹത്തിന്റെ തവം കളഞ്ഞുപോയി. അർജുന്റെയും പൂജയുടെയും ശ്വാസം നിലച്ചതുപോലെയായി. പിന്നെ എന്താണ് സംഭവിച്ചത്? ആ സാധു കോപപ്പെട്ടു. അദ്ദേഹം ഞങ്ങളെ ശപിച്ചു. അന്നു മുതൽ ഈ ഗ്രാമം ഈ പട്ടത്തിന്റെ അകത്താണ് തടവിലായത്. ഇവിടെ സമയവും നിന്നുപോയി. പിന്നെ അന്നു മുതൽ ഞങ്ങൾ എല്ലാവരും ശപിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ ഈ ശാപത്തിൽ നിന്നും എങ്ങനെ മുക്തി കിട്ടുക? അത് അറിയാനായിട്ട് ഞാൻ സാധുവിനെ പ്രാർത്ഥന ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം ഭാവിയിൽ നിന്നും ചിലർ വരും. അവർ നിങ്ങളെ പട്ടം വിടുന്ന മത്സരത്തിൽ തോൽപ്പിക്കും. അപ്പോഴാണ് ശാപമുക്തിയും കിട്ടും. അവർ നിങ്ങളെ ഓടിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവരും എന്നേക്കുമായിട്ട് ഈ ശപിക്കപ്പെട്ട ഗ്രാമത്തിൽ തന്നെ ഇരുന്നു പോകും. പിന്നെ ഞങ്ങളെ പോലെ തന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ തടവിലായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാണ് കാര്യമെങ്കിൽ ഞാൻ അങ്ങയോടൊപ്പം മത്സരിക്കാം. ഇല്ല പൂജ, രാജാവ് വിക്രമിനെ ഞാൻ തോൽപ്പിക്കാം. പക്ഷേ നീ എപ്പോഴും എന്നോട് തോറ്റുപോകുമല്ലോ. ഞാൻ എപ്പോഴും അറിഞ്ഞു തന്നെ നിന്റെ അടുത്ത് തോറ്റുപോയി പൂജ. കുറച്ചു സമയത്തിന് ശേഷം രാജാവ് വിക്രമും അർജുനും എതിരെതിരായി നിന്നു. കാറ്റ് വേഗത്തിൽ വീശി. രണ്ട് വലിയ പട്ടം മുകളിൽ പറന്നു. ഒന്ന് രാജാവ് വിക്രമിന്റേത്. മത്സരം തുടങ്ങി. രാജാവിന്റെ പട്ടം ശക്തി നിറഞ്ഞതാണ്. അർജുന്റെ പട്ടത്തിൽ വാശിയുണ്ടായിരുന്നു. കുറച്ചു സമയത്തിനകം രണ്ടു പട്ടവും മാറി മാറി മത്സരിച്ചു. അടുത്ത ക്ഷണം തന്നെ രാജാവ് വിക്രമിന്റെ പട്ടം മുറിക്കപ്പെട്ടു.
ഇപ്പോൾ നീ വെട്ടപ്പെട്ട പട്ടത്തിനെ എടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് വരണം. അപ്പോഴാണ് ശാപമുക്തി കിട്ടുക. അർജുൻ ഒരു ക്ഷണം പോലും വേസ്റ്റാക്കാതെ പുറത്തേക്ക് ഓടി. പട്ടം പറന്നുകൊണ്ട് ഒരുപാട് ദൂരെ പോയിക്കൊണ്ടിരുന്നു. അർജുൻ അത് പിടിക്കാനായി വളരെ വേഗത്തിൽ ഓടി. അതായത് ചെറിയ പ്രായം തിരികെ വന്നതുപോലെ. അവസാനം ആ പട്ടം അവൻ പിടിച്ചോ. അത് എടുത്തുകൊണ്ട് രാജാവിനടുത്തേക്ക് ഓടി വന്നു. ഇതാ പിടിച്ചോ മഹാരാജ, നിങ്ങളുടെ പട്ടം. വാങ്ങിക്കോളൂ മഹാരാജ, നമ്മൾക്ക് ശാപത്തിൽ നിന്ന് മുക്തി കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്ഷണം തന്നെ അർജുനും പൂജയും മയങ്ങിക്കിടന്നു. കുറച്ചു ക്ഷണങ്ങൾക്കകം കണ്ണു തുറന്നു. അവർ രണ്ടുപേരും അതേ പഴയ മണ്ഡപത്തിന് മുൻപിലായിരുന്നു. ഇപ്പോൾ ആ പട്ടം സാധാരണമായി. മാന്ത്രികത മറഞ്ഞുപോയി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ ഗ്രാമം ആ ശാപത്തിൽ നിന്നും മോചിക്കപ്പെട്ടു കാണും. പല കൊല്ലങ്ങൾ ശേഷം ഇപ്പോൾ അവരുടെ സമയം തുടങ്ങി എന്ന് തോന്നുന്നു. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ആ പഴയ മണ്ഡപത്തിൽ നിന്നും തിരികെ വന്നു. ചില സമയത്ത് ഒരു പട്ടം ആകാശത്ത് മാത്രം മുട്ടാറില്ല, അത് മുഴുവൻ ഗ്രാമത്തിന്റെ തലയെഴുത്തും മാറ്റുകയാണ്.